എല്ലാ കൂട്ടുകാർക്കും എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 101 ചോദ്യങ്ങൾ. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂമിയുടെ ഘടനയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? നമ്മൾ പ്രധാനമായിട്ടും ഭൂമിയെ 3 ലെയറായിട്ടാണ് 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള ഭാഗം ഭൂവൽക്കം, ഇംഗ്ലീഷിൽ ക്രസ്റ്റ് എന്ന് പറയും. അതേപോലെ അതിന് താഴെയായിട്ട് മാൻഡിൽ എന്ന് പറയുന്ന ഭാഗം, ഏറ്റവും ഉള്ളിലായിട്ട് കോർ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമുക്കിവിടെ PSCയുടെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് PSC ചോദിച്ച ചോദ്യമാണ്: ഭൂമിയുടെ പിണ്ഡത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ മാസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ചോദ്യം: ഭൂമിയുടെ ശരാശരി സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എത്രയാണ്? 5515 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഭൂമിയുടെ ശരാശരി ഡെൻസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം: എന്താണ് റിംഗ് ഓഫ് ഫയർ? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഒരു പസഫിക് സമുദ്രത്തിലെ ഒരു ഭാഗമാണ്. പസഫിക് സമുദ്രത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഒരു ഏരിയയാണ് റിംഗ് ഓഫ് ഫയർ. ഇവിടെയാണ് ഭൂമിയുടെ അഗ്നിപർവ്വതങ്ങളിലെ 78% സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ഏരിയയാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 2-3 പോയിന്റുകൾ കൂടി നോക്കാം. നമ്മൾ വളരെ കേട്ടുപരിചയിച്ച പേരുകളാണ് മാഗ്മ, ലാവ എന്നൊക്കെ പറയുന്നത്. മാഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉള്ളിലായിട്ട്, ഭൂമിയുടെ അടിയിലായിട്ട് ഉരുകിത്തിളച്ച് കിടക്കുന്ന രൂപത്തെയാണ് മാഗ്മ എന്ന് പറയുന്നത്. ഈ മാഗ്മ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തി തണുത്ത് ഉറഞ്ഞുണ്ടാവുന്നതാണ് ലാവ എന്ന് പറയുന്നത്. ഈ ലാവയിൽ നിന്നും രൂപം കൊള്ളുന്ന മണ്ണിനത്തിനെ കറുത്ത മണ്ണ് എന്ന് വിളിക്കാം. കറുത്ത മണ്ണ്. ഇനി അഗ്നിപർവ്വതങ്ങളെ പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. ഒന്ന് സജീവ അഗ്നിപർവ്വതം അല്ലെങ്കിൽ ആക്റ്റീവ് വോൾക്കാനോസ്. അടുത്തതായിട്ട് നിദ്രയിലാണ്ടവ, ഇംഗ്ലീഷിൽ നമുക്ക് ഡോർമെൻറ്റ് വോൾക്കാനോസ് എന്ന് പറയാം. ഏറ്റവും അവസാനമായിട്ട് നിർജീവം അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോസ്. അപ്പോൾ ഈ 3 ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. സജീവം അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള അഗ്നിപർവ്വതങ്ങളെയാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിദ്രയിലാണ്ടവ അല്ലെങ്കിൽ ഡോർമെൻറ്റ് വോൾക്കാനോസ്, അതായത് പണ്ട് കാലത്ത് ആക്റ്റീവായിരുന്ന, കുറേ കാലമായിട്ട് ആക്റ്റീവ് അല്ലാത്ത, ഇപ്പോൾ അടുത്തൊന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതങ്ങളെയാണ് ഡോർമെൻറ്റ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നിർജീവം അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോസ്, അതായത് ഇനിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യത തീരെ ഇല്ലാത്ത ടൈപ്പ് അഗ്നിപർവ്വതങ്ങളെയാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമു മാസിഫ്. താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അടുത്ത പോയിന്റ്: ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം മോണോ ലോവയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹവായിലാണ്. അതേപോലെ തന്നെ അന്റാർട്ടിക്കയിലെ അഗ്നിപർവ്വതത്തിൻ്റെ പേര് മൗണ്ട് എറിബസ്, അന്റാർട്ടിക്ക. അതേപോലെ വേറൊരു ചോദ്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക: അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓസ്ട്രേലിയയാണ്. നാലാമത്തെ ചോദ്യം: എന്താണ് സീസ്മോളജി? ഉത്തരം ഭൂകമ്പങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്, 3 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രൈമറി വേവ്സ്, രണ്ടാമതായിട്ട് സെക്കൻഡറി വേവ്സ്, മൂന്നാമതായിട്ട് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്സ്. ആദ്യത്തെ ടൈപ്പ് വേവ് അല്ലെങ്കിൽ പ്രൈമറി വേവ് അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങൾ, ഇവയാണ് ഏറ്റവും വേഗത കൂടിയ തരംഗങ്ങളാണ് പ്രൈമറി വേവ്സ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വേവാണ് സർഫസ് വേവ് അല്ലെങ്കിൽ പ്രതല തരംഗങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം:
ഏറ്റവും പ്രധാന ഹരിതഗൃഹവാതകം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം കാർബൺ ഡയോക്സൈഡാണ്. ബാക്കിയുള്ള ഹരിതഗൃഹവാതകങ്ങൾ മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നിവയാണ്. 6ാം ചോദ്യം, ആദ്യമായിട്ട് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യമേത്? ശരിയായിട്ടുള്ള ഉത്തരം ന്യൂസിലാൻഡ്. ഈ കാർബൺ ടാക്സ് എന്ന് പറയുന്നത് വ്യവസായശാലകൾ ഇവ കാർബൺ പുറത്തു തള്ളുന്നതിന്, അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതിന് ആ രാജ്യത്തിന് കൊടുക്കേണ്ടി വരുന്ന ടാക്സിനെയാണ് കാർബൺ ടാക്സ് എന്ന് പറയുന്നത്. കാർബൺ ടാക്സ് ആദ്യമായിട്ട് 2006 ന്യൂസിലാൻഡ് ഏർപ്പെടുത്തുന്നത്. 7ാമത്തെ ചോദ്യം, എൽ നിനോ, ലാനിന ഇവ എന്താണ്? ഉത്തരം ലോകത്തൊട്ടാകെയുള്ള കാലാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽ നിനോ. ഇത് ഉണ്ടാവുന്നത് 2 മുതൽ 7 വർഷം വരെ കൂടുമ്പോഴാണ്. ഈ എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതിഭാസം എൽ നിനോ വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ലാനിന. ഈ പ്രതിഭാസത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എൽ നിനോൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. ലാനിന എന്ന വാക്കിൻ്റെ അർത്ഥം ബാലിക എന്നാണ്. 8ാമത്തെ ചോദ്യം, ഫ്യൂജിത സ്കെയിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം ടൊർണാഡോയുടെ തീവ്രത. അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഈ ടൊർണാഡോ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് വ്യാപകമായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ പേരാണ് ഫ്യൂജിത സ്കെയിൽ. ചോദ്യം, ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഇറ്റലിക്കാരനായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ്. 10ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? ശരിയായിട്ടുള്ള ഉത്തരം കാസ്പിയൻ കടലാണ്. ഏഷ്യ, യൂറോപ്പ് വൻകരകളുടെ ഇടയിലാണ് കാസ്പിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു 2 അഡീഷണൽ പോയിന്റ്സ് കൂടി നോക്കാം. തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ പേരാണ് ലിംനോളജി. അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിൻ്റെ പേര് മാനസരോവർ എന്നാണ്. മാനസരോവർ സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. മാനസരോവർ അറിയപ്പെടുന്നത് വിശുദ്ധ തടാകം എന്നാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, വിശുദ്ധ തടാകം എന്നറിയപ്പെടുന്ന തടാകം. ശരിയായിട്ടുള്ള ഉത്തരം മാനസരോവറാണ്. ടിബറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശരിയുള്ള ഉത്തരം വടക്കേ അമേരിക്കയിലെ സുപ്പീരിയർ ലേക്കാണ്. USA, കാനഡ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് സുപ്പീരിയർ ലേക്ക്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 12ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം? റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തുള്ള ബെയ്ക്കലാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം. ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്ന തടാകവും ബെയ്ക്കൽ തടാകമാണ്. 13ാമത്തെ ചോദ്യം, ടിറ്റിക്കാക്ക തടാകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാവിക യോഗ്യമായ തടാകമാണ് ടിറ്റിക്കാക്ക. തെക്കേ അമേരിക്കയിലെ പെറു, ബൊളീവിയ ഇവരുടെ അതിർത്തിയിലാണ് ഈ ടിറ്റിക്കാക്ക സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകവും ടിറ്റിക്കാക്ക തന്നെയാണ്. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത്? ശരിയായിട്ടുള്ള ഉത്തരം അമേരിക്കയിലെ മിനസോട്ട സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിനസോട്ട സ്റ്റേറ്റ് ആണ്. 1000 തടാകങ്ങളുടെ നാട് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്, ഫിൻലാൻഡാണ്. ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡയാണ്. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിൽ ഭൂമിക്കടിയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ശരിയായിട്ടുള്ള ഉത്തരം വോസ്റ്റോക്കാണ്. ഏതാണ്ട് 4000 മീറ്റർ താഴ്ചയിലാണ് വോസ്റ്റോക്ക് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു അന്റാർട്ടിക്കയിലുള്ള റഷ്യയുടെ പര്യവേക്ഷണ കേന്ദ്രമായിട്ടുള്ള വോസ്റ്റോക്ക് എന്ന് തന്നെയാണ് ആ പര്യവേക്ഷണ കേന്ദ്രത്തിൻ്റെ പേര്. ഇതിന് താഴെയായിട്ടാണ് ഈ വോസ്റ്റോക്ക് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒരു പോയിന്റും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അന്റാർട്ടിക്കയിലെ ഈ പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചൂടായിട്ടുള്ള -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏത്? ഉത്തരം ഇന്തോനേഷ്യയാണ്. 17,508 ദ്വീപുകൾ കൂടിച്ചേരുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡാണ്. ഇത് ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള
ഒരു പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. 18ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഉത്തരം ഗാനയിലെ വോൾട്ട തടാകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം. ഇത് സ്ഥിതി ചെയ്യുന്നത് വോൾട്ട നദിയിലെ അക്കോസാംബോ അണക്കെട്ട് ഇത് രൂപം നൽകുന്ന ഒരു തടാകമാണ് വോൾട്ട തടാകം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഒന്ന് നോക്കാം, നമുക്കൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച തടാകങ്ങളുടെ പേരൊക്കെ ഒന്ന് ഓർക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതായിരുന്നു? കാസ്പിയൻ കടലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തടാകം. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ ലേക്കായിരുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ശുദ്ധജല തടാകം ഏതായിരുന്നു? ബെയ്ക്കൽ ലേക്കായിരുന്നു അല്ലേ? അപ്പോൾ അതേപോലെ ഈ ചോദ്യത്തിൻ്റെ പോയിന്റും കൂടി നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകത്തിൻ്റെ പേര് വോൾട്ട തടാകം, ഗാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യം ആഫ്രിക്കയിലെ ഗിനിയയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നമുക്കറിയാം മൗസിൻറാമാണ്. ഇത് രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഗിനിയ ആണ് ഉത്തരം. 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യമേത്? മഡഗാസ്കർ ആണ് 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഇത് കിഴക്കൻ ആഫ്രിക്കയിലുള്ള ഒരു ദ്വീപാണ് മഡഗാസ്കർ. ലോകത്തിലെ 2ാമത്തെ വലിയ ദ്വീപ് രാഷ്ട്രമാണ് മഡഗാസ്കർ. ഇത് ചുവന്ന ദ്വീപ് എന്നും അറിയപ്പെടുന്നു. മഡഗാസ്കർ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ചുവന്ന ദ്വീപ്. 21ാമത്തെ ചോദ്യം, ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യമേത്? ശരിയായിട്ടുള്ള ഉത്തരം മൗറീഷ്യസ് ആണ്. 22ാമത്തെ ചോദ്യം, സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ ആണ് സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം. 23ാമത്തെ ചോദ്യം, നൈൽ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഏത് രാജ്യത്തു കൂടെയാണ്? സുഡാനിലൂടെയാണ് നൈൽ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഈ നൈൽ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദിയാണ് ആമസോൺ നദി. ആമസോൺ നദി പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആമസോൺ നദി പതിക്കുന്നത്. നൈൽ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. 24ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കുറഞ്ഞ രാജ്യം ഏത്? ശരിയായിട്ടുള്ള ഉത്തരം ആഫ്രിക്കയിലെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ് ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കുറഞ്ഞ രാജ്യം. ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ രാജ്യം ജപ്പാനാണ്. ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ രാജ്യം. 25ാമത്തെ ചോദ്യം, പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗ്ലാദേശുകാരനായിട്ടുള്ള മുഹമ്മദ് യൂനുസാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി കൂടിയാണ്. 26ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ട് അറിയപ്പെടുന്നത് ഏത് അണക്കെട്ടാണ്? ഉത്തരം ചൈനയിലെ ത്രീ ഗോർജസ് ഡാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ട് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാങ്സിയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന ത്രീ ഗോർജസ് ഡാം. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കൂടി അവിടെ നിന്ന് കിട്ടി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര് യാങ്സി എന്നാണ്. 27ാമത്തെ ചോദ്യം, ആരാണ് ഹിബാക്കുഷ? ജപ്പാനിൽ 1945 അറ്റോമിക് ബോംബ് സ്ഫോടനങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഹിബാക്കുഷ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഹിരോഷിമ, നാഗസാക്കി ഈ പ്രദേശങ്ങളിൽ ആറ്റം ബോംബ് ഇട്ടതിന് ശേഷം അവിടുത്തെ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ കാരണം ഒരുപാട് പേരിപ്പോഴും ക്യാൻസർ അതുപോലെയുള്ള മാറാരോഗങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഹിബാക്കുഷ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം. 28ാമത്തെ ചോദ്യം, എന്താണ് കിമോണോ? കിമോണോ എന്ന് പറയുന്നത് ജപ്പാനിലെ സ്ത്രീകൾ ധരിക്കുന്ന ഒരു പരമ്പരാഗത വസ്ത്രമാണ്. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 പേരുകൾ കൂടി, ജപ്പാനുമായി ബന്ധപ്പെട്ട 2 പേരുകൾ കൂടി ഒന്ന് നോക്കാം. ഒന്ന് ഇഗ്ബാന എന്ന് പറയുന്നൊരു പേരാണ്. പുഷ്പങ്ങൾ ഉപയോഗിച്ച് മനോഹരമായിട്ട് അലങ്കരിക്കുന്ന ഒരു ജപ്പാനീസ് രീതിയാണ് ഇഗ്ബാന എന്ന് പറയുന്നത്. അതേപോലെ കടലാസ് കൊണ്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന
ജപ്പനീസ് സമ്പ്രദായമാണ് ഒറിഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 വാക്കുകൾ. കിമോണോ എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത വസ്ത്രരീതിയാണ്. അതേപോലെ ഇക്ബാന എന്ന് പറയുന്നത് ഒരു പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു രീതിയാണ്. അതേപോലെ ഒറിഗാമി, ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒറിഗാമി കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, മെഡിറ്ററേനിയൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമേത്? മെഡിറ്ററേനിയൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ലെബനനാണ്. ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലേക്കുള്ള അറബ് രാജ്യങ്ങളുടെ ഒരു കവാടമായിട്ട് വരുന്ന ഒരു രാജ്യമാണ് ലെബനൻ. 30ാമത്തെ ചോദ്യം, പെട്രോണാസ് ഇരട്ട ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ബഹുമതി ഉണ്ടായിരുന്നത് പെട്രോണാസ് ഇരട്ട ഗോപുരങ്ങൾക്കായിരുന്നു. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിലാണ് ഈ ഇരട്ട ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 31ാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനിയായിരുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത്? ശരിയുള്ള ഉത്തരം ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യയുടെ കവാടം എന്നാണ് ഫിലിപ്പൈൻസ് അറിയപ്പെടുന്നത്. 32ാമത്തെ ചോദ്യം, എത്ര എമിറേറ്റുകൾ ചേർന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്? 7 എമിറേറ്റുകൾ ചേർന്നതാണ് UAE എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എമിറേറ്റുകൾ ഇതൊക്കെയാണ്: അബുദാബി, അജ്മാൻ, ദുബായ്, ഫുജൈറ, റാസൽ കൈമ, ഷാർജ, അൽ ഗുവൈൻ. ഇങ്ങനെ 7 എമിറേറ്റുകൾ ചേർന്ന UAEയുടെ തലസ്ഥാനം അബുദാബിയാണ്. 33ാമത്തെ ചോദ്യം, എന്താണ് ഏജന്റ് ഓറഞ്ച്? വിയറ്റ്നാം യുദ്ധത്തിനിടെ അമേരിക്ക പ്രയോഗിച്ച മാരക വിഷവസ്തുവാണ് ഏജന്റ് ഓറഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു ഹെർബിസൈഡാണ്, അതായത് വൃക്ഷങ്ങളെയും ചെടികളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കെമിക്കലാണ് ഏജന്റ് ഓറഞ്ച് എന്ന പേരിൽ ഉപയോഗിച്ചത്. 1961നും 1971നും ഇടയിലാണ് അമേരിക്ക വിയറ്റ്നാം യുദ്ധമുണ്ടായത്. അപ്പോൾ ഈ ഏജന്റ് ഓറഞ്ച് പ്രയോഗിച്ചത് ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. ഓപ്പറേഷൻ്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു പോകാം. റാഞ്ച് ഹാൻഡ് എന്നായിരുന്നു ആ ഓപ്പറേഷൻ്റെ പേര്. 34ാമത്തെ ചോദ്യം, പ്രചോദനത്തിൻ്റെ ദ്വീപ് അറിയപ്പെടുന്നത് ഏത്? ശരിയായിട്ടുള്ള ഉത്തരം ഓസ്ട്രേലിയയുടെ ഭാഗമായ ടാസ്മാനിയ ദ്വീപാണ് പ്രചോദനത്തിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ജീവിയായി അറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? ദിവസത്തിൽ 19 മുതൽ 22 മണിക്കൂർ വരെ ഉറങ്ങുന്ന കോല എന്ന് പറയപ്പെടുന്ന ജീവിയാണ്. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന കോല എന്ന് പറയുന്ന ജീവിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ജീവിയായിട്ട് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭക്ഷണം യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇലകൾ മാത്രമാണ്. 36ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ന്യൂസിലാൻഡാണ്. നമ്മുടെ കേരളത്തിൻ്റെയും ടൂറിസത്തിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ന്യൂസിലാൻഡാണ്. തെക്കിൻ്റെ ബ്രിട്ടൻ, അതേപോലെ നീണ്ട വെളുത്ത മേഘങ്ങളുടെ നാട്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന രാജ്യവും ന്യൂസിലൻഡ് തന്നെയാണ്. 37ാമത്തെ ചോദ്യം, നാവികരുടെ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? നാവികരുടെ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് സമോവയാണ്. ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ ഭാഗമാണ് സമോവ എന്നറിയപ്പെടുന്ന ഈ ദ്വീപ്. സൗഹൃദ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഏത്? ടോങ്ക എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപരാഷ്ട്രമാണ് ടോങ്ക. ഇതാണ് സൗഹൃദ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഏകദേശം വെറും 1 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു ആഫ്രിക്കൻ രാജ്യമാണ് ടോങ്ക. ഇതും സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. 39ാമത്തെ ചോദ്യം, യൂറോപ്പിൻ്റെ തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന നഗരം ഏത്? ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ് യൂറോപ്പിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനവും ബ്രസൽസിലാണ്. അതേപോലെ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ ഒരു സംഘടനയാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പേര്. ഇതിൻ്റെ ആസ്ഥാനവും ബ്രസൽസിലാണ്. ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഒരു അറ്റോമിയം എന്ന് പറയുന്ന ഒരു സ്മാരകത്തിൻ്റെ ചിത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതും ബ്രസൽസിലാണ്. 40ാമത്തെ ചോദ്യം, വെൽവെറ്റ് ഡിവോഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം 2ആയി വിഭജിക്കപ്പെട്ട ആ ഒരു ചരിത്രപരമായ സംഭവത്തിനെയാണ് വെൽവെറ്റ് ഡിവോഴ്സ് എന്നറിയപ്പെടുന്നത്.
ചെക്ക്, സ്ലോവാക്യ എന്ന പേരിൽ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് 1993 ഈ 2 രാജ്യങ്ങളും വേർപിരിഞ്ഞു. ആ ഒരു സംഭവത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെൽവെറ്റ് ഡിവോഴ്സ് എന്ന പേരിൽ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. 41ാമത്തെ ചോദ്യം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏതെല്ലാം? വടക്കൻ യൂറോപ്പിലെ സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, ഐലൻഡ്. ഈ രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് നോർഡിക് രാജ്യങ്ങൾ എന്നുകൂടി ഈ രാജ്യങ്ങൾ അറിയപ്പെടും. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. 42ാമത്തെ ചോദ്യം, സാന്തോ ക്ലോസിൻ്റെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏത്? ഇത് ഫിൻലാൻഡിലെ റോവോനിയമി, അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഇതിനെ സാന്തോ ക്ലോസിൻ്റെ ഗ്രാമം എന്ന് ഈ റോവോനിയമി അറിയപ്പെടുന്നത്. 43ാമത്തെ ചോദ്യം, ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അടുത്ത പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സീൻ നദിക്കരയിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ പാരീസ് അറിയപ്പെടുന്നത് ഫാഷൻ്റെ തലസ്ഥാനം എന്നാണ് പാരീസ് അറിയപ്പെടുന്നത്. ഒരു പോയിൻ്റ് കൂടി, ഒരു മ്യൂസിയത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ലൂവ് മ്യൂസിയം. ഇത് പാരീസിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെയാണ് ഡാവിഞ്ചിയുടെ മോണോലിസ എന്നറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള ചിത്രത്തിൻ്റെ ഒറിജിനൽ ഒക്കെ ഇവിടെയാണ്, ഈ മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. 44ാമത്തെ ചോദ്യം, കിൻഡർ ഗാർട്ടൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഫ്രെഡറിക് ഫ്രോബലാണ് കിൻഡർ ഗാർട്ടൻ്റെ ഉപജ്ഞാതാവ്. അതേപോലെ മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതിൻ്റെ ഉപജ്ഞാതാവ് ഇറ്റലിക്കാരിയായ മരിയ മോണ്ടിസോറിയാണ്. 46ാമത്തെ ചോദ്യം, കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളേവ? ശരിയായിട്ടുള്ള ഉത്തരം തായ്വാൻ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, സിംഗപ്പൂർ. ഇവയാണ് കിഴക്കനേഷ്യൻ കടുവകൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് കാരണം 1960-നും 1990-നും ഇടയിൽ ഈ രാജ്യങ്ങളിൽ ഉണ്ടായ വൻ സാമ്പത്തിക മുന്നേറ്റം, ഇതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങളെ കിഴക്കനേഷ്യൻ കടുവകൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ കെൽറ്റിക് കടുവ എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലാൻഡ്. സെയിം റീസൺ തന്നെയാണ്. 1990-ൽ അയർലൻഡിലുണ്ടായ വൻ സാമ്പത്തിക മുന്നേറ്റം, ഇതിനെ കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് അയർലൻഡിനെ കെൽറ്റിക് കടുവ എന്ന് വിളിക്കുന്നത്. 48ാമത്തെ ചോദ്യം, ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യമേത്? ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയുടെ വേറൊരു പേരാണ് അനശ്വര നഗരം. ഇറ്റലിയുടെ തലസ്ഥാനം റോമാണ്. 49ാമത്തെ ചോദ്യം, ഷൂ സ്ട്രിങ് രാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ശരിയായിട്ടുള്ള ഉത്തരം തെക്കേ അമേരിക്കയിലെ ചിലി. തെക്കേ അമേരിക്കയിലെ ചിലിയാണ് ഷൂ സ്ട്രിങ് രാജ്യം എന്ന് അറിയപ്പെടുന്നത്. 50ാമത്തെ ചോദ്യം, യൂറോപ്പിൻ്റെ ഹരിത ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം? ലക്സംബർഗാണ് യൂറോപ്പിൻ്റെ ഹരിത ഹൃദയം എന്ന് അറിയപ്പെടുന്നത്. 51ാമത്തെ ചോദ്യം, മദർ തെരേസ ജനിച്ചത് എവിടെയാണ്? മദർ തെരേസ ജനിച്ചത് മാസിഡോണിയൻ തലസ്ഥാനമായ സ്കോപ്ജയിൽ ആണ് മദർ തെരേസ ജനിക്കുന്നത്. മദർ തെരേസയുടെ യഥാർത്ഥ നാമം ആഗ്നസ് ഗോൺഷ ബോയാജു എന്നാണ്. 52ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഏത് സ്ഥലമാണ്? ശരിയായുള്ള ഉത്തരം നെതർലൻഡ്സിലെ ഹേഗാണ് ലോകത്തിൻ്റെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതേപോലെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി, ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നിയമ തലസ്ഥാനമായിട്ട് ഹേഗ് അറിയപ്പെടുന്നത്. 53ാമത്തെ ചോദ്യം, കാറ്റാടി യന്ത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ശരിയായിട്ടുള്ള ഉത്തരം നെതർലൻഡ്സ് ആണ്. ഈ രാജ്യത്തിൻ്റെ 1/4 പ്രദേശങ്ങൾ സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടനാട് പോലത്തെ ഒരു സ്ഥലമാണ് സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് നെതർലാൻഡ്സ്. നെതർലാൻഡിൻ്റെ പഴയ പേര്, പണ്ടറിയപ്പെട്ടിരുന്ന പേര് ഹോളണ്ട് എന്നായിരുന്നു. 54ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ലോകത്തിലെ നദി ഏതാണ്?
ശരിയായിട്ടുള്ള ഉത്തരം യൂറോപ്പിലെ ഡാന്യൂബ് നദിയാണ്. ഏതാണ്ട് 10ഓളം രാജ്യങ്ങളിലൂടെയാണ് ഡാന്യൂബ് നദി ഒഴുകുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്ന് ചോദിച്ചാലും ഡാന്യൂബ് തന്നെയാണ് ഉത്തരം. 55ാമത്തെ ചോദ്യം, ലെനിൻഗ്രാഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ശരിയായിട്ടുള്ള ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നാണ്. ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത് പെട്രോഗ്രാഡ് ആയിരുന്നു. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗാണ് പണ്ട് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്ന സ്ഥലം. 56ാമത്തെ ചോദ്യം, റഷ്യയുടെ ദേശീയ നദി ഏതാണ്? റഷ്യയുടെ ദേശീയ നദി വോൾഗയാണ്. ഇത് പതിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമായ കാസ്പിയൻ കടലിലാണ് വോൾഗ പതിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും നീളമുള്ള നദി വോൾഗയാണ്. 57ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? യൂറോപ്പിലെ സാൻ മരീനോ ആണ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത്. എന്താണ് ചാനൽ ടണൽ? 58ാമത്തെ ചോദ്യം, എന്താണ് ചാനൽ ടണൽ? ഇംഗ്ലീഷ് ചാനലിലെ കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാതയാണ് ചാനൽ ടണൽ. ഇത് ഉദ്ഘാടനം ചെയ്തത് 1994 ഏകദേശം 50.5 കിലോമീറ്റർ കടലിനടിയിലൂടെയാണ് ഈ റെയിൽപാത പോകുന്നത്. 59ാമത്തെ ചോദ്യം, എന്താണ് ബിഗ് ബെൻ? ഈ ചിത്രത്തിൽ കാണുന്ന ഫോട്ടോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരത്തിൻ്റെ ടവറിലുള്ള ഒരു വലിയ ക്ലോക്കാണ്. ഈ ക്ലോക്കിനെ പറയുന്ന പേരാണ് ബിഗ് ബെൻ. 60ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം നിരീക്ഷക പദവിയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായിട്ടുള്ള വത്തിക്കാനാണ് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം നിരീക്ഷക പദവിയുള്ള രാജ്യം. വത്തിക്കാന് UN അംഗത്വമില്ല. അതേപോലെ തന്നെ മാർപ്പാപ്പയുടെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ ആസ്ഥാനമാണ് വത്തിക്കാൻ എന്നറിയപ്പെടുന്ന ഈ ചെറിയ രാജ്യം. ഇതിന് വേറൊരു പേരാണ് ഹോളി സീ എന്ന പേര് കൂടി വത്തിക്കാനുണ്ട്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ലാറ്റിനാണ്. ലോകത്ത് ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക രാജ്യം വത്തിക്കാനാണ്. 61ാമത്തെ ചോദ്യം, മാർപ്പാപ്പയുടെ അംഗരക്ഷകർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ശരിയായിട്ടുള്ള ഉത്തരം സ്വിസ് ഗാർഡാണ്. 1506 മുതൽ സ്വിസ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സേന നിലവിലുണ്ട്. സ്വിറ്റ്സർലാൻഡ് പൗരന്മാരെ മാത്രമാണ് ഈ ഒരു അംഗരക്ഷകരായിട്ട് തിരഞ്ഞെടുക്കുള്ളൂ. 62ാമത്തെ ചോദ്യം, കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം സെൻറ്റ് ലോറൻസ് ആണ്. കാനഡയിലെ വലിയൊരു നഗരമായ മോൺട്രിയൽ നഗരം ഈ സെൻറ്റ് ലോറൻസ് നദിയുടെ തീരത്താണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓസോൺ ഡെപ്ലീഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ ഉടമ്പടി 1987 ഒപ്പുവെക്കുന്നത്. ഇത് നടന്ന സ്ഥലം, ഈ കോൺഫറൻസ് നടന്ന സ്ഥലം കാനഡയിലെ മോൺട്രിയലാണ്. ഈ മോൺട്രിയൽ നഗരം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് ലോറൻസിൻ്റെ തീരത്താണ്. സെൻറ്റ് ലോറൻസ് നദിയാണ് കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. 63ാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് ജൂനിയർ അമേരിക്ക എന്ന് വിളിക്കപ്പെടുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം കാനഡയാണ് ജൂനിയർ അമേരിക്ക എന്ന് വിളിക്കപ്പെടുന്ന രാജ്യം. 65ാമത്തെ ചോദ്യം, ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്ന പതാക ഏത് രാജ്യത്തിൻ്റെയാണ്? ശരിയായിട്ടുള്ള ഉത്തരം അമേരിക്കയുടെ ദേശീയ പതാക അറിയപ്പെടുന്ന പേരാണ് ഓൾഡ് ഗ്ലോറി. അതേപോലെ ബ്രിട്ടൻ്റെ ദേശീയ പതാകയുടെ പേരാണ് യൂണിയൻ ജാക്ക്. പേരുകൾ ഓർത്തു വയ്ക്കുക. അമേരിക്കയുടെ ദേശീയ പതാകയുടെ പേരാണ് ഓൾഡ് ഗ്ലോറി. ബ്രിട്ടൻ്റെ ദേശീയ പതാകയുടെ പേരാണ് യൂണിയൻ ജാക്ക്. ചിത്രത്തിൽ അമേരിക്കയുടെ പതാകയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിനെ വേറൊരു പേരാണ്, അമേരിക്കൻ പതാകയുടെ വേറൊരു പേരാണ് സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്ന പേരും കൂടിയുണ്ട്. ഇതിൽ 50 നക്ഷത്രങ്ങളും 13 രേഖകളുമാണ് ഉള്ളത്. ഇതിൽ 50 നക്ഷത്രങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 50 സ്റ്റേറ്റുകളെയാണ്, അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളെയാണ്. അതേപോലെ 13 രേഖകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ പണ്ടുകാലത്തുണ്ടായിരുന്ന 13 കോളനികളെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. 66ാമത്തെ ചോദ്യം, റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതാണ്? റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക. 1867 അലാസ്ക റഷ്യയിൽ നിന്നും അമേരിക്ക വാങ്ങുന്നത്. അതേപോലെ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് അലാസ്ക തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 67ാമത്തെ ചോദ്യം, മത്സ്യോൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ചൈനയാണ് ഉത്തരം. 2ാം സ്ഥാനത്ത് പെറു ആണ്. USA ഇന്തോനേഷ്യയാണ് 3-4 സ്ഥാനങ്ങളിൽ.
ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. 68ാമത്തെ ചോദ്യം, 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? തുർക്കിയിലെ ഇസ്താൻബൂളാണ് 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരം. ഏഷ്യ, യൂറോപ്പ് ഈ ഭൂഖണ്ഡങ്ങളുടെ ഇടയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇസ്താംബൂളിൻ്റെ പഴയ പേരായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 69ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പാമീറാണ്. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പാമീറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നൊക്കെ അറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. 71ാമത്തെ ചോദ്യം, മെഡിറ്ററേനിയൻ കനാലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? സൂയസ് കനാലാണ് ഉത്തരം. ഈ കനാലിൻ്റെ പ്രത്യേകത ആഫ്രിക്കയെ ചുറ്റാതെ തന്നെ യൂറോപ്പിനെയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു കനാലാണ് സൂയസ് കനാൽ. ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് 1869 പണി പൂർത്തിയാക്കുന്നത് ബ്രിട്ടനാണ്. പിന്നീട് ഈജിപ്ത് ആ കനാലിനെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട സൂയസ് കനാൽ പ്രതിസന്ധി, ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ നീളം വരുന്നത് 163 കിലോമീറ്ററും 60 മീറ്റർ വീതിയുമാണ് ഈ സൂയസ് കനാലിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു കനാലിൻ്റെ പേര് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. പനാമ കനാൽ അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 കനാലുകളാണ് സൂയസ് കനാലും പനാമ കനാലും. ഈ പനാമ കനാൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് ഫ്രാൻസാണ്. പക്ഷെ അവർക്ക് പണി പൂർത്തിയാക്കാൻ പറ്റാതെ അമേരിക്കയ്ക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു എൻജിനീയറിംഗ് നിർമ്മിതികളിലൊന്നാണ് പനാമ കനാൽ. ഇതിൻ്റെ പണി പൂർത്തിയാക്കുമ്പോഴേക്കും ഏകദേശം 27,500ഓളം തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. ഈ പനാമ കനാൽ എന്ന് പറയുന്നത് പനാമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സാണ്. ഏകദേശം പനാമ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 80% സംഭാവന ചെയ്യുന്നത് ഈ പനാമ കനാലിൽ നിന്നുള്ള വരുമാനമാണ്. 72ാമത്തെ ചോദ്യം, ഗ്രീൻവിച്ച് ഏത് നഗരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു? ഗ്രീൻവിച്ച് രേഖ നമുക്കറിയാം. ഈ ഒരു രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 2ആക്കി തരംതിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് മെറീഡിയൻ രേഖ. ഗ്രീൻവിച്ച് മെറീഡിയൻ രേഖ എന്നൊക്കെ പറയാറുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ നഗരത്തിലാണ്. അടുത്ത ചോദ്യം, ശീതജല പ്രവാഹങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നായിരിക്കും? ശരിയായിട്ടുള്ള ഉത്തരം ധ്രുവങ്ങളാണ്. ധ്രുവങ്ങളിൽ നിന്നാണ് ശീതജല പ്രവാഹങ്ങളുടെ ഉത്ഭവം ഉണ്ടാവുന്നത്. 74ാം ചോദ്യം, ഭൗമാന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പിന് നൽകിയിട്ടുള്ള പേര്? ശരിയായിട്ടുള്ള ഉത്തരം കാർമൻ രേഖയാണ്. നമ്മുടെ ഭൂമിയുടെയും സ്പേസിനെയും വേർതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സാങ്കല്പിക രേഖയാണ് കാർമൻ രേഖ. 75ാമത്തെ ചോദ്യം, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം? ശരിയായിട്ടുള്ള ഉത്തരം മിൽവോക്കി ഡീപ്പാണ്. മിൽവോക്കി ഡീപ്പാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാ നമുക്കറിയാം, മരിയാന ട്രെഞ്ചാണ്. അത് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏത് എന്നായിരുന്നു. മിൽവോക്കി ഡീപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. 76ാമത്തെ ചോദ്യം, ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഉത്തരം ജിബ്രാൾട്ടർ കടലിടുക്കാണ് ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്നത്. 77ാമത്തെ ചോദ്യം, മിസിസിപ്പി ഏത് ഭൂഖണ്ഡത്തിലെ നദിയാണ്? മിസിസിപ്പി എന്ന നദി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നദിയാണ്. 78ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവുമായി 5 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി വരെയുള്ള പ്രദേശം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഭൂമധ്യരേഖയുടെ ഇരുവശത്തുമായിട്ട് 5 ഡിഗ്രി അക്ഷാംശം വ്യാപ്തി വരെയുള്ള പ്രദേശം അറിയപ്പെടുന്നത് ഡോൾഡ്രം മേഖല എന്നാണ്. അതേപോലെ തന്നെ 30 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി വരെയുള്ള പ്രദേശം അറിയപ്പെടുന്നത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. 5 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി വരെയുള്ള പ്രദേശത്തെ ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നു. 30 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി വരെയുള്ള പ്രദേശത്ത് അറിയപ്പെടുന്ന പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ്. 79ാമത്തെ ചോദ്യം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക്? ഇതിൻ്റെ പേരാണ് പാക് കടലിടുക്ക്. 80ാമത്തെ ചോദ്യം, മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഹുവാങ്ഹി ആണ്. ചൈനയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ്
ഹുവാങ്ഹി. ഒന്നാമത്തെ നദിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാങ്സെ റിവർ എന്നായിരുന്നു. ഈ യെല്ലോ റിവർ എന്നറിയപ്പെടാനുള്ള കാരണം ഇതിൽ മണ്ണിൻ്റെ അംശം, മണ്ണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു നദി മഞ്ഞ കളറിലാണ് പുറമേക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് യെല്ലോ റിവർ അല്ലെങ്കിൽ മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ചൈനയുടെ ദുഃഖം. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി യെല്ലോ റിവറാണ്. അതേപോലെ ക്രാഡിൽ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ, അതായത് ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഹുവാങ്ഹി നദി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ചൈനയിലെ ഏറ്റവും വലിയ നദിയുടെ പേര് യാങ്സെ റിവർ എന്നാണ്. ചൈനയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഹുവാങ്ഹി. ഇത് യെല്ലോ റിവർ എന്ന പേരിലും അറിയപ്പെടുന്നു. അതേപോലെ മറ്റ് പേരുകളാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹുവാങ്ഹിയാണ്. അതേപോലെ ക്രാഡിൽ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ എന്ന പേരിൽ കൂടി യെല്ലോ റിവർ അറിയപ്പെടുന്നു. 81ാമത്തെ ചോദ്യം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുടെ ഇടയിലുള്ള ലോകപ്രശസ്ത പർവ്വതനിര. ഹിന്ദുക്കുഷാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുടെ ഇടയിലുള്ള ലോകപ്രശസ്ത പർവ്വതനിര. 82ാമത്തെ ചോദ്യം, നൈലിൻ്റെ പോഷക നദികളായ വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ എന്നിവ കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? ഖാർത്തൂം എന്ന് പറയുന്ന സുഡാനിലെ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് വൈറ്റ് നൈലും ബ്ലൂ നൈലും കൂടിച്ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. 83ാമത്തെ ചോദ്യം, ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? ശരിയായിട്ടുള്ള ഉത്തരം തെർമോസ്ഫിയറിലാണ് ധ്രുവദീപ്തി കാണപ്പെടുന്നത്. ധ്രുവദീപ്തിയുടെ ചിത്രങ്ങൾ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പച്ച, ചുവപ്പ് നിറങ്ങളിലാണ് കാണപ്പെടുക. ഇതിന് കാരണമാകുന്നത് ഈ സൂര്യനിൽ നിന്ന് വരുന്ന സൗരക്കാറ്റ്, ഇതിൽ ചാർജിത കണങ്ങളുണ്ടായിരിക്കും. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തിയിട്ട് ഈ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് ധ്രുവദീപ്തി എന്ന പ്രതിഭാസം ഉണ്ടാവുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ദക്ഷിണ ധ്രുവത്തിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിനെ അറിയപ്പെടുന്ന പേരാണ് അറോറ ഓസ്ട്രാലിസ്. ഉത്തരധ്രുവത്തിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയെ വിളിക്കുന്ന പേര് അറോറ ബോറിയാലിസ് എന്നാണ്. അറോറ ബോറിയാലിസ്. 84ാമത്തെ ചോദ്യം, ഭൗമോപരിതലത്തിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ. ശരിയായിട്ടുള്ള ഉത്തരം നൊക്റ്റിലൂസൻറ്റ് മേഘങ്ങളാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളെ വിളിക്കുന്ന പേര്. ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലാണ്, ഭൂമിയിൽ നിന്നും 80 കിലോമീറ്റർ ഉയരത്തിലാണ് നൊക്റ്റിലൂസൻറ്റ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ചോദ്യം, സജീവ അഗ്നിപർവ്വതമായ കോട്ടോപോക്സി ഏത് രാജ്യത്താണ്? ഉത്തരം ഇക്വഡോറാണ്. ഇക്വഡോറിലാണ് സജീവ അഗ്നിപർവ്വതമായ കോട്ടോപോക്സി സ്ഥിതി ചെയ്യുന്നത്. 86ാമത്തെ ചോദ്യം, ദ ഒറിജിൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്നത് ആരുടെ പുസ്തകമാണ്? ശരിയായിട്ടുള്ള ഉത്തരം ആൽഫ്രഡ് വേഗ്നർ. ആൽഫ്രഡ് വേഗ്നർ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണിത്. ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ആശയം മുന്നോട്ട് വെച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് കൂടി നമുക്കൊന്ന് പഠിക്കാം. ആൻ്റോണിയോ സ്നിദർ പെല്ലിഗ്രിനി എന്നാണ് ഈ ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര്. അന്റോണിയ സ്നിദർ പെല്ലിഗ്രിനി. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വേഗ്നറാണ്. ഈ സിദ്ധാന്തപ്രകാരം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വലിയ ഭൂഖണ്ഡവും അതിന് ചുറ്റുമായിട്ട് ഒരു സമുദ്രവുമാണ് ഉണ്ടായിരുന്നത്. ആ ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് പാഞ്ചിയ. ഇത് നമ്മൾ ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വൻകരയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന, ഈ ഭൂഖണ്ഡത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആ മഹാസമുദ്രത്തിൻ്റെ പേരാണ് പന്തലാസ. പിന്നീട് ഈ പാഞ്ചിയ വിഭജിച്ച ശേഷം 2ആയി വിഭജിക്കുന്നു. ഒന്ന് ലൗറേഷ്യ, രണ്ടാമത്തെ ഗോണ്ടോന ലാൻഡ്. വീണ്ടും ഈ ലൗറേഷ്യ എന്ന് പറയുന്ന വൻകര വിഭജിച്ചിട്ടാണ് വടക്കേ അമേരിക്ക,
യൂറേഷ്യ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെ വടക്ക് ഭാഗവും ചേർന്നാണ് യൂറേഷ്യ എന്ന് പറയുന്ന വൻകര. അതിനുശേഷം ഗോണ്ടാന ലാൻഡ്, ഇത് വിഭജിച്ചിട്ടാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഏഷ്യ തുടങ്ങിയ വൻകരകളൊക്കെ അടങ്ങിയ രണ്ടാമത്തെ ഒരു വൻകര കൂടി, വലിയൊരു വൻകര കൂടി ഉണ്ടാകുന്നു. പിന്നീട് ഇവ വിഭജിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന വൻകരകളൊക്കെ ഉണ്ടായത് എന്നാണ് ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം മുന്നോട്ട് വെച്ച തിയറി. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബുക്കിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കാം, അവർ വാൻഡറിങ് കോണ്ടിനെൻറ്റ്സ്. മലയാളത്തിൽ ചോദിക്കുക നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ, ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഈ ബുക്ക് എഴുതിയത് അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റ് ആണ്. അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റ്. 87ാമത്തെ ചോദ്യം, ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ, ഇവ അറിയപ്പെടുന്ന എന്നാണ് ചോദ്യം. ക്യുമുലസ് മേഘങ്ങൾ എന്നാണ് ഈ മേഘങ്ങൾ അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും 200 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിലാണ് ക്യുമുലസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. 88ാമത്തെ ചോദ്യം, മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം യൂറോപ്പാണ്. നമുക്ക് 1-2 പോയിന്റുകൾ കൂടി ഒന്ന് നോക്കാം. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഈ മരുഭൂമിയായിട്ട് ഒരു പ്രദേശത്തെ കണക്കാക്കണമെങ്കിൽ അവിടെ 250 മില്ലിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികളായിട്ട് കണക്കാക്കുക. മരുഭൂമികളെ പറ്റിയിട്ടുള്ള പഠനത്തിൻ്റെ പേര് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. എറിമോളജി എന്നാണ് മരുഭൂമികളെ പറ്റിയിട്ടുള്ള പഠനത്തിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഗോബിയാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. 89ാമത്തെ ചോദ്യം, ഏറ്റവും വലുപ്പം കുറഞ്ഞ സമുദ്രം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ആർട്ടിക് സമുദ്രം. 5 മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. പസഫിക്, ഏറ്റവും വലിയ സമുദ്രം പസഫിക്കാണ്. അത് കഴിഞ്ഞിട്ട് അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക്ക, ആർട്ടിക്, അങ്ങനെ 5 മഹാസമുദ്രങ്ങളാണുള്ളത്. ഇതിലെ ഏറ്റവും വലിയ സമുദ്രം, ഏറ്റവും ആഴമേറിയ സമുദ്രം, ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം, ഈ 3 പ്രത്യേകതകൾ ഉള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. വേറൊരു പേരും കൂടിയുണ്ട്, ശാന്ത സമുദ്രം എന്ന പേര് കൂടി പസഫിക് സമുദ്രത്തിനുണ്ട്. 90ാമത്തെ ചോദ്യം, ആൻഡമാനിലെ ബാരൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾ ഏത് വിഭാഗത്തിൽ പെടും? നമുക്കറിയാം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം നിലനിൽക്കുന്നത് ആൻഡമാനിലെ ബാരൻ ദ്വീപുകളിലാണ്. ഇവ സജീവ അഗ്നിപർവ്വതങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപുകളിലുള്ളത്, അല്ലെങ്കിൽ ആക്റ്റീവ് വോൾക്കാനോസ്. 91ാമത്തെ ചോദ്യം, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് മേഘങ്ങളാണ്? ശരിയായിട്ടുള്ള ഉത്തരം നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ. നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ കാണപ്പെടുന്നത് 500 മുതൽ 5500 മീറ്റർ ഉയരത്തിലാണ് നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. ചോദ്യം, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ആഫ്രിക്കയാണ്. 93ാമത്തെ ചോദ്യം, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം മൗണ്ട് എൽബ്രൂസ്. ഇതിൻ്റെ വേറൊരു പേരാണ് മോണ്ട് ബ്ലാങ്ക് എന്നറിയപ്പെടുന്ന മൗണ്ട് എൽബ്രൂസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൽപ്സ് പർവ്വതനിരകളിലാണ്. പ്രാചീന കാലത്ത് രത്നാകാര എന്ന വിളിപ്പേരുണ്ടായിരുന്ന സമുദ്രം? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രമാണ്. മഹാസമുദ്രങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിൻ്റെ പേരാണ് വാർട്ടൺ ഗർത്തം ആണ്
ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം? 95ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി? ശരിയായിട്ടുള്ള ഉത്തരം കോങ്കോ നദിയാണ്. ഈ കോങ്കോ നദിയുടെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് കോങ്കോ നദി. കോങ്കോ നദിയുടെ വേറൊരു പേരാണ് സയർ നദി. ചിലപ്പോൾ ഈ ഓപ്ഷനായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ കോങ്കോ നദിയുടെ വേറൊരു പേര് കൂടി ഓർത്തിരിക്കുക, സയർ നദി എന്നാണ് പേര്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി. അതേപോലെ തന്നെ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി കൂടിയാണ് കോങ്കോ നദി. 96ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ഏത്? ശരിയായിട്ടുള്ള ഉത്തരം ബ്രസീലാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന വൻകര, അത് ആഫ്രിക്കയായിരുന്നു. ഇവിടെ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കടന്നു പോകുന്ന രേഖകൾ ഭൂമധ്യരേഖയും ഉത്തരായന രേഖയാണ്. ശരിയായിട്ടുള്ള ഉത്തരം ബ്രസീലാണ്. ചോദ്യം, കാറ്റിൻ്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം വിൻഡ് വെയിനാണ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് അനിമോമീറ്റർ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് അനിമോമീറ്ററും ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാൻ ഉപയോഗിക്കുന്നത് വിൻഡ് വെയിനുമാണ്. കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ പേരാണ് അനിമോളജി. കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ പേരാണ് അനിമോളജി. 98ാമത്തെ ചോദ്യം, ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള പേരായിരിക്കും ബെർമുഡ ട്രയാങ്കിൾ. വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെ ഏകദേശം 20ഓളം കപ്പലുകളും 50ഓളം വിമാനങ്ങളൊക്കെ കാണാതായ ഒരു സ്ഥലമാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ. ഏകദേശം 1000ഓളം പേരുടെ ജീവനും അവിടെ ഈ ദുരൂഹമായ സ്ഥലത്ത് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കോൺസ്പിറസി തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ അന്യഗ്രഹ ജീവികൾ മുതൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന മീഥൈൻ കുമിളകൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രത്യേകതരം മേഘങ്ങൾ, ഇതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ബെർമുഡ ട്രയാങ്കിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 99ാമത്തെ ചോദ്യം, സൂയിസ് കനാലിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ഫെർഡിനൻഡ് ഡി ലെസപ്സ് ആണ് സൂയിസ് കനാലിൻ്റെ ശില്പി. 100ാമത്തെ ചോദ്യം, പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം മെഗല്ലനാണ്. പോർച്ചുഗീസ് നാവികനായിരുന്ന മെഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. 101ാമത്തെ ചോദ്യം, സമുദ്രതീരത്ത് നിന്നും എത്ര ദൂരമാണ് ഓരോ രാജ്യത്തിനും അവകാശപ്പെടാവുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം 200 നോട്ടിക്കൽ മൈലാണ്. ഈ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന യൂണിറ്റ് കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഏകദേശം 1.852 കിലോമീറ്ററിന് തുല്യമാണ്. അതേപോലെ കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാതം എന്ന് പറയുന്നത് 6 അടിയാണ്. 6 അടി യൂണിറ്റാണ് ഒരു ഫാതം എന്ന് പറയുന്നത്. അതേപോലെ കടലിലെ കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ട്. ഒരു നോട്ട് എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നോട്ടിക്കൽ മൈൽ അളക്കാൻ ഉപയോഗിക്കുന്നത് കടലിൻ്റെ ദൂരമാണ്. കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാത്തം എന്ന് പറയുന്ന യൂണിറ്റാണ്. കടലിലെ കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ട്. അപ്പോൾ നമ്മൾ 101 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടി ഒന്ന് പഠിച്ചു പോകാം. ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ചാവുകടൽ. സമുദ്രനിരപ്പിൽ നിന്നും 408 മീറ്റർ താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടിയാണ് ഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഭൂനിരപ്പിൽ നിന്നും 8848 മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ അളവും സാധാരണ ചോദിക്കാറുണ്ട്. ഭൂമിയുടെ ഏറ്റവും ആഴമേറിയ ഭാഗം പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് മരിയാന ട്രഞ്ച്. സമുദ്രനിരപ്പിൽ നിന്നും 11,033 മീറ്റർ ആഴത്തിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടും ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ അത് മാൻഡറിനാണ്. ചൈനീസ് ഭാഷയായിട്ടുള്ള മാൻഡറിനാണ് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള അനുയായികളുള്ള മതം റിലീജിയൻ ക്രിസ്തു മതമാണ്, ക്രിസ്ത്യാനിറ്റിയാണ്. അടുത്തതായിട്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാനാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം അത് ടോക്കിയോ ആണ്. ജപ്പാനിലെ ടോക്കിയോ ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം.
ലോകത്ത് മൊത്തം 7 ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകളാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്.